നിങ്ങൾക്ക് ഇത്രയും നാളും നൽകിയ ആ ഒരു സ്നേഹത്തിനും ഒന്നും ഒരു വിലയും കൊടുക്കാതെയാണ് ആ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് എല്ലാം തട്ടി മാറ്റി അങ്ങ് പോയത്. അതായത് അയാൾക്ക് നിങ്ങൾക്ക് എന്ത് പറ്റിയാലും അയാൾക്ക് ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എല്ലാവരെയും പോലെ തന്നെ വളരെ നല്ല രീതിയിലും വളരെ നല്ല സ്നേഹത്തോടു കൂടെയൊക്കെ പോയൊരു ബന്ധമാണ്. പക്ഷേ പെട്ടെന്നൊരു ദിവസം അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം അയാൾ അത്രയും നാളും അയാൾ നിങ്ങളോട് ഒരു ഭയങ്കര സ്നേഹം, നിങ്ങൾക്ക് തമ്മിൽ പിരിയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു എനർജിയൊക്കെയാണ്. പക്ഷേ പെട്ടെന്ന് ഒരു പ്രാവശ്യം അയാൾ കംപ്ലീറ്റ്ലി ആൾ ചേഞ്ച് ആയി. അതായത് നമ്മൾ പറയുന്ന പോലെ ഇത്രയും വർഷം നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ടും അല്ലെങ്കിൽ ഒരുമിച്ച് നിങ്ങൾ നിന്നിട്ടും പെട്ടെന്ന് എന്താണ് ഈ ഒരു പേഴ്സൺ ഇങ്ങനെ കാണിച്ചത്. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങളുടെ ഇമോഷൻസും നിങ്ങളുടെ തമ്മിലുള്ള ബന്ധങ്ങളും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു നിങ്ങൾ തമ്മിൽ ക്രിയേറ്റ് ചെയ്ത ആ ഓരോ നിമിഷങ്ങളും, അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയാൾ മറന്ന് കംപ്ലീറ്റ് ആയിട്ടും അയാൾ എല്ലാം തട്ടിത്തെറിപ്പിച്ച് അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പോയി. അപ്പോൾ അയാൾ ഒരിക്കലും ഓർത്തില്ല അയാൾക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്നോ അതല്ലെങ്കിൽ നിങ്ങളെന്നൊരു എനർജിയുടെ മൈൻഡിൽ പോലും ഇല്ല. അതായത് കംപ്ലീറ്റ്ലി നിങ്ങളെ അയാളുടെ മൈൻഡിൽ നിന്ന് കളഞ്ഞിട്ടാണ് അയാൾ പോയത്. ശരിക്കും ഒരു സ്ട്രേഞ്ചർ എങ്ങനെയാണോ നമ്മൾ പെരുമാറുന്നത് അതേപോലത്തെ ഒരു എനർജിയാണ്. അതായത് ആരുമല്ല, ഒരു നിമിഷം കൊണ്ട് ആരുമല്ലാത്ത രീതിയിൽ അയാൾ പോയി കളഞ്ഞു. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അയാൾ ശരിക്കും അയാൾ അന്ന് ഇട്ടിട്ട് പോയതിൽ നിന്നും വേറൊരു ടൈപ്പ് ഓഫ് എനർജിയാണ്. അതായത് അയാളിപ്പോൾ ശരിക്കും വിഷമിക്കുന്നുണ്ട്, അയാളിപ്പോൾ ആലോചിക്കുന്നുണ്ട് അയാൾ ചെയ്ത ഓരോ കാര്യങ്ങൾ. അതായത് അയാൾ നിങ്ങളെ ഒരു ബന്ധവുമില്ലെന്ന് പറഞ്ഞ് പോയ എടുത്തുനിന്ന് ഇപ്പോൾ അയാൾ അവിടെ നിന്ന് വിഷമിക്കുന്നുണ്ട്, നിങ്ങളോട് ഓരോന്നും ചെയ്തതിൻ്റെയും നിങ്ങളോട് അങ്ങനെ കാണിക്കേണ്ടിയില്ലായിരുന്നു എന്ന് ഓർത്ത് അയാൾ ഒരുപാട് നീറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ തന്നെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരും എല്ലാം നല്ലപോലെ മാനേജ് ചെയ്തും നല്ല ഒരു ബാലൻസ് ചെയ്തിട്ടൊക്കെ ഉള്ളൊരു എനർജിയാണ്. പക്ഷേ നല്ല ഒരു സ്നേഹമൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഉള്ളിൽ. പക്ഷേ ചില സമയത്ത് അയാളുടെ ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ഒരു എനർജി വെച്ചിട്ട് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ അയാൾ നമ്മളത്ര സീരിയസ് ആയിട്ട് ഒന്നും അല്ല ലൈഫിനെടുത്തത്, അതായത് ഈ ഒരു റിലേഷൻഷിപ്പിനെ എടുത്തത്. പക്ഷേ അയാൾക്കുള്ളിൽ ഇഷ്ടം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ ഒട്ടും മെച്ചുവർ അല്ലാത്തൊരു രീതിയിലുള്ളൊരു കാര്യങ്ങളായിരുന്നു അയാൾക്ക് ആദ്യമേ ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെ എനർജി എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു പ്രേമോ ഇഷ്ടമോ അങ്ങനത്തെ രീതിയിലുള്ള ഒന്നുമല്ല. നിങ്ങൾ ഭയങ്കര ചിലപ്പോൾ ഫ്രണ്ട്ലി ആയിരിക്കാം, ഭയങ്കര തിക്കായിട്ടുള്ളൊരു ഫ്രണ്ട്ലി ആ ഒരു ടൈപ്പ് ഓഫ് എനർജിയിലായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ് തമ്മിലാകുമ്പോൾ നമുക്ക് എന്തും പറയാം,